മഹാരാഷ്ട്രയിൽ താനെയിൽ യുവതിയുടെ മൃതദേഹം ട്രോളിയിലാക്കി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതിയെ പിടിയിലായി. 50-കാരൻ ശ്രീനിവാസ് വിശ്വകർമ്മയാണ് പിടിയിലായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്, പറയൂ. 2 ദിവസം മുമ്പാണ് താനെയിലുള്ള ദേശായി ക്രീക്കിൽ, അതായത് ഈ കടലെടുക്ക് ഭാഗത്ത് ഒരു ട്രോളി ബാഗിനകത്ത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകയിലേക്ക് അതിവേഗം പോലീസിന് എത്താൻ കഴിഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. ശ്രീനിവാസ് വിശ്വകർമ്മ എന്ന നിർമ്മാണ തൊഴിലാളിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഇയാളോടൊപ്പം താമസിക്കുകയായിരുന്ന 20-കാരി പ്രിയങ്കയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു. പ്രിയങ്കയെ ഇയാൾ പരിചയപ്പെടുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്, താനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എന്നതാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഉത്തർപ്രദേശിലാണുള്ളത്. ഇവിടെ വർഷങ്ങളായി നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന 50-കാരനാണ് ഈ ശ്രീനിവാസ്. ഏതായാലും ഇരുവർക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു തർക്കമുണ്ടായി. അതേ തുടർന്ന് താൻ കഴുത്ത് ഞെരിച്ചു എന്നതാണ്. പിന്നീട് ഒരു ദിവസം മൃതദേഹം മുറിയിൽ തന്നെ സൂക്ഷിച്ചു. പക്ഷെ അഴുകി തുടങ്ങിയതോടെ അത് നശിപ്പിക്കാനായാണ് ഈ ക്രീക്കിലേക്ക്, കടലെടുക്ക് ഭാഗത്തേക്ക് കളഞ്ഞത്, ഉപേക്ഷിച്ചത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.